അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അത് വീടിൻ്റെ അടുത്താണ്. 7ാം മാസ ചടങ്ങെന്നും പറയും, പിന്നെ സീമന്ത ശാസ്ത്രം എന്നും പറയും. അപ്പം ഞാനും ബേബിയും ഏട്ടനുമാണ് കേട്ടോ പോയത്. നിഹാനക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അതും കൊണ്ട് കൂട്ടിയിട്ടില്ല അവനെ. അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്നു. പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവരുമല്ലോ, അതെല്ലാം അവരിങ്ങനെ ശാസ്ത്രത്തിന് വെക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം അവർ ഇതാക്കാണ്, പ്ലേറ്റിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് ശാസ്ത്രത്തിന് റെഡിയാക്കുന്നുണ്ടായിരുന്നേ. എല്ലാം റെഡിയാക്കിയിട്ട് ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഇനി അവർ വിളക്കെല്ലാം വെച്ചു, എന്നിട്ട് പെണ്ണിനെ കൊണ്ടുവന്ന് ഇരുത്തും. ഞങ്ങളുടെ ഇങ്ങോട്ടെല്ലാം ഇങ്ങനെയാണ് കേട്ടോ ശാസ്ത്രമാക്കുന്നത്. നിങ്ങളുടെ സൈഡിലെല്ലാം എങ്ങനെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൻറ്റിയാണ് കേട്ടോ ശാസ്ത്രമെല്ലാം ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം അരിശിന് കുങ്കുമം ഇട്ട് കൊടുക്കും കേട്ടോ, പിന്നെ പൂ തലയിൽ വെച്ച് കൊടുക്കും, പിന്നെ വളകൾ ഇട്ട് കൊടുക്കും, പിന്നെ ഓരോരാളായിട്ട് ഇങ്ങനെ ശാസ്ത്രങ്ങളാക്കി ഇങ്ങോട്ടുണ്ടാവും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് വായിൽ വെച്ച് കൊടുക്കും, പിന്നെ അരി ഇട്ട് കൊടുക്കും. അപ്പോൾ അപ്പുറം ഇപ്പുറം കുട്ടികളെ എടുത്തു കേട്ടോ. അപ്പോൾ ഒന്ന് നിഹാന്യനാണ് എടുത്തിട്ടുള്ളത്. അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തേക്ക്. അങ്ങനെ എല്ലാവരും ഓരോരാളായിട്ട് ശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെക്കൻ്റെ വീട്ടുകാരായാലും ശരി, പെണ്ണിൻ്റെ വീട്ടുകാരും അങ്ങനെ 2 പേരുടെ വീട്ടുകാരും കൂടിയിട്ടാണ് കേട്ടോ ഓരോരാളായിട്ട് ശാസ്ത്രം ചെയ്യുന്നത്. പിന്നെ നിഹാനിയെ കുറേ നേരം ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കരച്ചിലൊക്കെ തുടങ്ങി. അവൾ കുറേ നേരമായി ഇരിക്കുന്നേ പറഞ്ഞിട്ട് പിന്നെ എന്നെ വേണമെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയിട്ട് കുറച്ച് നേരം കൂടി ഇരിക്കി കഴിയാനായി എന്നെല്ലാം പറഞ്ഞ് പിന്നെ എൻ്റെ കയ്യിലുള്ള എൻ്റെ ഫോണും കൊടുത്തിട്ട് അങ്ങനെ കുറേ നേരം ഇരുത്തി കേട്ടോ. അങ്ങനെ അവൾക്ക് ഫോൺ കിട്ടിയത് കൊണ്ട് അവൾ കുറേ നേരം ഇരുന്നേ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ശാസ്ത്രമായിട്ടോ. അങ്ങനെ ലാസ്റ്റിൽ ഭർത്താവാണ് ചെയ്യേണ്ടത്. അങ്ങനെ ലാസ്റ്റിൽ ഭർത്താവുമാർ ഇങ്ങനെ ശാസ്ത്രങ്ങളെല്ലാം ആക്കിയിട്ട് അവരെന്നെ കൈ പിടിച്ചിട്ട് എണിപ്പിക്കണം ഭാര്യനെ. ഇനിയും ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.